മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പും കോൺക്ലേവ് നടപടികളെക്കുറിച്ചും അറിയുവാൻ നമ്മളിങ്ങനെ കാതോർത്തിരിക്കുന്നൊരു സമയമാണ്. 267 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് ചേരുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. കോൺക്ലേവിന് ചരിത്രപരവും നിയമപരവും ആരാധനക്രമപരവുമായ മാനങ്ങളുണ്ട്. ലത്തീൻ സഭയുടെയും പൗരസ്ത്യ കത്തോലിക്ക സഭയുടെയും പൊതുനിയമങ്ങളായ കാനൻ നിയമസംഹിത, പൗരസ്ത്യ സഭകൾക്കായുള്ള കാനൻ നിയമസംഹിത, റോമൻ രൂപതയുടെ മെത്രാൻ്റെ തിരഞ്ഞെടുപ്പിനും ഒഴിവായ പരിശുദ്ധ സിംഹാസനത്തിനും വേണ്ടിയുള്ള പ്രത്യേക നിയമം, റോമൻ കൂരിയയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നിയമം എന്നീ നിയമങ്ങളുടെയും റോമൻ പൊന്തിഫിൻ്റെ മൃതസംസ്കാരത്തിനായുള്ള ആരാധനക്രമം, കോൺക്ലേവിനായുള്ള ആരാധനക്രമം, റോമൻ മെത്രാന്മാരുടെ ശ്ലൈഹിക ശുശ്രൂഷയുടെ ഉദ്ഘാടനത്തിനായുള്ള ആരാധനക്രമം എന്നീ ആരാധനക്രമ ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കോൺക്ലേവ് നടക്കുന്നത്. ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന സമ്മതിദായകർ ആരൊക്കെയാണ്? 80 വയസ്സിന് താഴെയുള്ള കർദിനാൾമാരായ മെത്രാന്മാരാണ് സമ്മതിദായക അവകാശമുള്ളവർ. അങ്ങനെയാക്കി ചുരുക്കിയത് 1970-ലുമാണ്. കർദിനാൾമാർ ഇലക്ടർമാരുടെ എണ്ണം 120-ൽ കവിയരുത് എന്ന് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അത് 1975-ല്. എന്നിരുന്നാലും അപ്പസ്തോലിക സിംഹാസനം ഒഴിവാകുന്ന നേരത്ത് 80 വയസ്സിന് താഴെയുള്ള 120-ലധികം കർദിനാൾമാർ ഉണ്ടാവുകയാണെങ്കിൽ മറ്റ് അയോഗ്യതകളൊന്നും അവർക്കില്ല എങ്കിൽ അവർക്ക് കോൺക്ലേവിൽ പങ്കെടുക്കാം. ഒഴിവിനെ പറ്റി അറിയിപ്പ് കിട്ടിയതിനു ശേഷം ലഭ്യമായ 3 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടക്കണം. അപ്പസ്തോലിക സിംഹാസനം ഒഴിവായ ദിവസം മുതൽ 15 ദിവസം വരെ കോൺക്ലേവ് ആരംഭിക്കാൻ കാത്തിരിക്കാം. എല്ലാ കർദിനാൾമാരും ഇലക്ടർമാരും ഹാജരാവുകയാണെങ്കിൽ കോൺക്ലേവിൻ്റെ ആരംഭം 15 ദിവസത്തിന് മുമ്പ് നടത്താവുന്നതുമാണ്. കോൺക്ലേവിന് അധ്യക്ഷത വഹിക്കുന്നത് ഡീൻ. അദ്ദേഹത്തിന് തടസ്സമാണെങ്കിൽ സബ് ഡീൻ ആയിരിക്കും അതിൻ്റെ അധ്യക്ഷത പദവി അലങ്കരിക്കുക. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലം കോൺക്ലേവ് വത്തിക്കാൻ സിറ്റിയുടെ അതിർത്തിക്കുള്ളിലെ അപ്പസ്തോലിക കൊട്ടാരത്തിലുള്ള സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ചാണ് നടത്തപ്പെടുക. തിരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ സമയവും കർദിനാൾ ഇലക്ടർമാർ, തിരഞ്ഞെടുപ്പിന് സഹായിക്കാൻ വിളിക്കപ്പെട്ടവർ താമസിക്കേണ്ടത് ഈ വത്തിക്കാൻ സിറ്റിയുടെ അതിർത്തിക്കുള്ളിലെ സെയിൻറ്റ് മർത്ത ഹൗസിലാണ്. കോൺക്ലേവ് ആരംഭം മുതൽ അവസാനം വരെ മേൽപ്പറഞ്ഞ സ്ഥലത്തിൽ മറ്റുള്ളവർക്ക് പ്രവേശനം വിലക്കിയിട്ടുമുണ്ട്. കർദിനാൾ ഇലക്ടർമാർ പുറത്തുള്ളവരുമായി സംഭാഷണത്തിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് സഹായിക്കാൻ വന്നവരും കർദിനാൾമാരും തമ്മിലുള്ള സംഭാഷണത്തിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ ആരംഭത്തെപ്പറ്റി കോൺക്ലേവ് ആരംഭിക്കാൻ നിശ്ചയിക്കപ്പെട്ട ദിവസം രാവിലെ ഇലക്ടർമാർ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഒരുമിച്ച് കൂടുന്നു. ഡീനിൻ്റെ അധ്യക്ഷതയിൽ റോമ രൂപതയുടെ മെത്രാൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന പ്രത്യേക നിയോഗാർത്ഥമുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഇലക്ടർമാർ വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ പൗളിൻ ചാപ്പലിൽ ഒരുമിച്ചുകൂടി സകല വിശുദ്ധരുടെയും ലുത്തീനിയ ചൊല്ലി പ്രദക്ഷിണമായി സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രവേശിക്കുന്നു. സിസ്റ്റൈൻ ചാപ്പലിൽ എത്തിച്ചേർന്ന ഇലക്ടർമാർ പരിശുദ്ധാത്മാവിൻ്റെ ആവാസ പ്രാർത്ഥനാ ഗീതം പാടിയതിനു ശേഷം കോൺക്ലേവിന് അധ്യക്ഷത വഹിക്കുന്ന കർദിനാളിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക നിയമങ്ങളിലെ നിബന്ധനകൾ സൂക്ഷ്മമായി പാലിക്കാമെന്നും രഹസ്യം പാലിക്കാമെന്നും പുറമേയുള്ളവരുമായുള്ള സ്വാധീനത്തിൽ വഴങ്ങുകയില്ല എന്നും സത്യപ്രതിജ്ഞ എടുക്കുന്നു. എല്ലാ ഇലക്ടർമാരും സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പേപ്പൽ ആരാധന ആഘോഷങ്ങളുടെ മാസ്റ്റർ മറ്റുള്ളവരോട് സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് പുറത്തു പോകാൻ ഓർമ്മിപ്പിക്കുന്നു. ഇലക്ടർമാർക്ക് പ്രദക്ഷിണം നടത്താൻ ഏൽപ്പിച്ച പുരോഹിത ശുശ്രൂഷയും പേപ്പൽ ആരാധനക്രമ ആഘോഷങ്ങളുടെ മാസ്റ്ററും പ്രദക്ഷിണം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ജൂനിയർ കർദിനാൾ ഡീക്കൻ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ വാതിൽ പൂട്ടുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ഇലക്ടർമാർ തീരുമാനിച്ച സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നു. ആദ്യ ദിവസം ഉച്ച കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് ആരംഭിച്ചാൽ ഒരു ബാലറ്റ് മാത്രമേ നടത്താവൂ. ആദ്യ ബാലറ്റിൽ ആരും തിരഞ്ഞെടുക്കപ്പെടുന്നില്ല എങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 2 ബാലറ്റും ഉച്ച കഴിഞ്ഞ് 2 ബാലറ്റും നടത്തും. ഒരു റൗണ്ടിലെ എല്ലാ ബാലറ്റുകളും തുറന്ന ശേഷം ഓരോ പേരുകൾക്ക് ലഭിച്ച മൊത്തം വോട്ടുകൾ കൂട്ടി സൂക്ഷ്മ പരിശോധനക്കാർ ഒരു പ്രത്യേക ഷീറ്റിൽ എഴുതും.
ആരും കുറഞ്ഞത് 2/3 വോട്ട് ഒരു റൗണ്ടിൽ നേടിയിട്ടില്ല എങ്കിൽ കാനൂനികമായി സാധുവായ തിരഞ്ഞെടുപ്പ് നടന്നതായി കണക്കാക്കുകയില്ല. അതിനാൽ അടുത്ത റൗണ്ട് ബാലറ്റിലേക്ക് പോകുന്നു. ഒരാൾക്ക് കുറഞ്ഞത് 2/3 വോട്ടുകളെങ്കിലും ലഭിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ റോമൻ രൂപതയുടെ മെത്രാൻ കാനൂനികമായി സാധുവായ തിരഞ്ഞെടുപ്പ് നടന്നതായി കണക്കാക്കും. ഓരോ റൗണ്ടിലും കാനൂനികമായി സാധുവായ തിരഞ്ഞെടുപ്പ് നടന്നാലും ഇല്ലെങ്കിലും സൂക്ഷ്മ പരീക്ഷകർ എണ്ണിയ ബാലറ്റുകളും അവർ വോട്ടുകൾക്കായി എഴുതിയ ഷീറ്റുകളും റിവൈസർമാർ വീണ്ടും പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കണം. റിവൈസർമാരുടെ പരിശോധന കഴിഞ്ഞാലുടൻ ഇലക്ടർമാർ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ജൂനിയർ കർദിനാൾ ഡീക്കന്മാരെ വിളിച്ചു വരുത്തി കോൺക്ലേവിൻ്റെ സെക്രട്ടറിയുടെയും മാസ്റ്റർ ഓഫ് സെറിമണിയുടെയും സഹായത്തോടെ എല്ലാ ബാലറ്റുകളും സ്ക്രൂട്ടനൈന്മാർ കത്തിച്ചു കളയണം. കോൺക്ലേവിലേക്ക് പ്രവേശിക്കുന്ന ദിവസത്തിലെ ഉച്ചകഴിഞ്ഞുള്ള സമയമൊഴികെ എല്ലാ ദിവസവും രാവിലെയും ഉച്ചകഴിഞ്ഞും തിരഞ്ഞെടുപ്പിൽ കലാശിക്കാത്ത ഒരു ബാലറ്റിന് ശേഷം ഇലക്ടർമാർ ഉടനെ തന്നെ അടുത്ത ബാലറ്റിലേക്ക് പോകും. ഈ രണ്ടാമത്തെ ബാലറ്റിലും എല്ലാ നടപടിക്രമങ്ങളും പാലിക്കേണ്ടതാണ്. എന്നാൽ പുതിയതായി സത്യപ്രതിജ്ഞയുടെയോ സ്ക്രൂട്ടനയന്മാർ, ഇൻഫോർമർമാർ, റിവൈസർമാർ എന്നിവരുടെ തിരഞ്ഞെടുപ്പുകളോ ആവശ്യമില്ല. മുകളിൽ വിവരിക്കുന്ന രീതിയിൽ 3 ദിവസത്തിൽ 13 ബാലറ്റുകൾ നടത്തിയതിനു ശേഷം കാനൂനികമായ തിരഞ്ഞെടുപ്പ് നടന്നില്ല എങ്കിൽ വോട്ടിംഗ്, പ്രാർത്ഥന, വോട്ടർമാർക്കിടയിലെ അനൗപചാരികമായ ചർച്ച, ഇലക്ടർമാരിലെ സീനിയർ കർദിനാൾ ഡീക്കൻ നൽകുന്ന ഒരു ഹ്രസ്വ ആത്മീയ പ്രബോധനം എന്നിവയ്ക്ക് വേണ്ടി താൽക്കാലികമായി നിർത്തിവെക്കണം. തുടർന്ന് വോട്ടിംഗ് സാധാരണ രീതിയിൽ പുനരാരംഭിക്കുക തന്നെ ചെയ്യും. പിന്നെ 7 ബാലറ്റുകൾക്ക് ശേഷവും തിരഞ്ഞെടുപ്പ് നടന്നില്ല എങ്കിൽ പ്രാർത്ഥന, ചർച്ച, ഇലക്ടർമാരിലെ സീനിയർ കർദിനാൾ പുരോഹിതൻ നൽകുന്ന പ്രബോധനം എന്നിവയ്ക്കായി മറ്റൊരു താൽക്കാലിക വിരാമമുണ്ട്. പിന്നെയും തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എങ്കിൽ പ്രാർത്ഥന, ചർച്ച, ഇലക്ടർമാരിലെ സീനിയർ കർദിനാൾ ബിഷപ്പ് നൽകുന്ന പ്രബോധനം എന്നിവയ്ക്കായി മറ്റൊരു താൽക്കാലിക വിരാമവുമുണ്ട്. തുടർന്ന് വോട്ടിംഗ് സാധാരണ രീതിയിൽ പുനരാരംഭിക്കുകയും തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എങ്കിൽ 7 ബാലറ്റുകൾക്കായി അത് തുടരുകയും ചെയ്യും. 34 പരാജയപ്പെട്ട ബാലറ്റുകൾക്ക് ശേഷം ഒരു ദിവസം പ്രാർത്ഥന, ധ്യാനം, ചർച്ച എന്നിവയ്ക്കായി നീക്കിവെക്കുകയും 34ാമത്തെ ബാലറ്റിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച 2 പേർ മാത്രമേ തുടർന്നുള്ള ബാലറ്റുകളിൽ കാൻഡിഡേറ്റ് ആവുകയുള്ളൂ. ഈ 2 പേർക്കും തുടർന്നുള്ള ഇലക്ഷനിൽ ബാലറ്റ് അവകാശമില്ല. ഇവരിൽ ആർക്കെങ്കിലും കുറഞ്ഞത് 2/3 വോട്ട് ലഭിക്കുകയും അയാൾ തിരഞ്ഞെടുപ്പ് സ്വീകരിക്കുകയും ചെയ്യുന്നതുവരെ ബാലറ്റ് തുടരുകയും ചെയ്യും. തിരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ടതോ ഒഴിവാക്കേണ്ടതോ ആയ കാര്യങ്ങൾ. തിരഞ്ഞെടുപ്പിൽ സിമണി എന്ന കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കുറ്റക്കാരായ എല്ലാവരെയും മഹറോൻ ശിക്ഷയ്ക്ക് വിധേയരാക്കണം. സഭാപദവി കൈക്കൂലി വാങ്ങി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിനെയാണ് സിമണി എന്നറിയപ്പെടുന്നത്. സിമണിയുടെ ഫലമായി ലഭിച്ച സഭാപദവിയും നിയമം മൂലം തന്നെ അസാധുവാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം സാർവത്രിക സഭയെ ഫലപ്രദവും പ്രയോജനകരവുമായ രീതിയിൽ ഭരിക്കുവാൻ ഏറ്റവും അനുയോജ്യരാണെന്ന് താൻ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അയാൾ കർദിനാൾ അല്ലെങ്കിൽ പോലും തൻ്റെ വോട്ട് നൽകണം. സൗഹൃദമോ വെറുപ്പോ വ്യക്തിബന്ധങ്ങളോ അധികാരികളുമായുള്ള സമ്മർദ്ദങ്ങളോ ഗ്രൂപ്പുകളുടെയോ മാധ്യമങ്ങളുടെയോ ഇടപെടലുകളോ ബലപ്രയോഗങ്ങളോ ദയയോ പ്രശസ്തി തേടലോ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഇടയാകരുത്. ദൈവജനം മുഴുവൻ ഇലക്ടർമാരല്ലാത്ത കർദിനാൾമാരുടെ നേതൃത്വത്തിൽ സാർവത്രിക സഭയ്ക്ക് ഏറ്റവും അനുയോജ്യനായ ഒരിടയന് വേണ്ടി പ്രാർത്ഥനാ നിരതരായിരിക്കണം. തിരഞ്ഞെടുപ്പ് സ്വീകരിക്കൽ. കാനോനികമായി സാധുവായ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ കർദിനാൾ സംഘത്തിൻ്റെ സെക്രട്ടറി, പേപ്പൽ ആരാധനക്രമ ആഘോഷങ്ങളുടെ മാസ്റ്റർ, 2 മാസ്റ്റർ ഓഫ് സെറിമണിമാർ എന്നിവരെ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് ജൂനിയർ കർദിനാൾ ഡീക്കൻ വിളിച്ചു വരുത്തുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇലക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തെയും സിസ്റ്റൈൻ ചാപ്പലിലേക്ക് വിളിച്ചു വരുത്തുന്നു. മുഴുവൻ ഇലക്ടർമാരുടെയും പേരിൽ അധ്യക്ഷൻ തിരഞ്ഞെടുക്കപ്പെട്ടയാളുടെ സമ്മതം ചോദിക്കുന്നു.
ഇലക്ടർമാർ പുതിയ മാർപ്പാപ്പയുടെ മുൻപാകെ ആദരവും വിധേയത്വവും പ്രകടിപ്പിക്കുന്നു. പുതിയ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഇലക്ടർമാർ പങ്കുചേരുന്ന നന്ദി പ്രകാശന പ്രാർത്ഥനയോടെ കോൺക്ലേവ് സമാപിക്കുന്നു. പരസ്യ പ്രഖ്യാപനം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മധ്യത്തിലുള്ള ബാൽക്കണിയിൽ നിന്നും പുതിയ മാർപ്പാപ്പയുടെ നാമം ജനങ്ങളുടെ മുൻപാകെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് പ്രോട്ടോ ഡീക്കനാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് സ്വീകരിച്ച വ്യക്തി മെത്രാഭിഷേകം സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ മെത്രാഭിഷേകത്തിന് ശേഷമേ പരസ്യ പ്രഖ്യാപനം നടത്താവൂ. പുതിയ മാർപ്പാപ്പ അതേ സ്ഥലത്ത് നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും റോമാ നഗരത്തിനും ലോകത്തിനും ഉള്ള ശ്ലൈകിക ആശീർവാദമായ ഉർബി എത്ത് ഓർബി നൽകുകയും ചെയ്യുന്നു. ശുശ്രൂഷയുടെ ആരംഭം. നിശ്ചയിക്കപ്പെട്ട ദിവസം ദിവ്യബലിയോടെ മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുക്കുന്നു. അതിനുശേഷം നിശ്ചയിക്കപ്പെട്ട സമയത്ത് മാർപ്പാപ്പ റോമാ രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമായ സെന്റ് ജോൺ ലാറ്ററൻ ആർച്ച് ബസിലിക്കയിലെത്തി താൻ ഔദ്യോഗികമായി സ്ഥാനമേറ്റെടുക്കുന്നതിൻ്റെ പ്രതീകമായി അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. കോൺക്ലേവ് വെറുമൊരു നയാമിക പ്രക്രിയയിലൂടെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് മാത്രമല്ല, ആരാധനാക്രമപരമായ മാനം കൂടി അതിനുണ്ട്.